സകലം നൽകുവാൻ മുറിയ സമയമാ അൾത്താരയിൽ അനുതാപമാ അൾത്താരയിൽ അനുതാപമാ സകലമേകുന്നിതാ വലിയ തീരുവാൻ അണയാൻ സ്നേഹമാ സകലം നൽകുവാൻ മുറിയാൻ ആദ്യ ബലി പോലെ നിർമ്മലമായി ദിനം അന്ത്യബലി പോലെ അങ്ങിലൊന്നായി ചേരുവാൻ ആദ്യ ബലി പോലെ നിർമ്മലമായി ദിനം അന്ത്യബലി പോലെ അങ്ങിലൊന്നായി ചേരുവാൻ ബലിയായി തീരുവാൻ അണയാൻ സ്നേഹമായി സകലം നൽകുവാൻ മുറിയാൻ സമയമായി. വിശുദ്ധ സ്നേഹമുള്ളവരെ, ഇന്ന ദിവസം വിശുദ്ധ അന്തോനീസിന്റെ തിരുനാൾ ദിവസം തമ്പുരാന്റെ കരങ്ങളിലേക്ക് വിശുദ്ധ അന്തോനീസ് തന്നെ വെച്ചു കൊടുത്തതുപോലെ നമ്മെ ദൈവത്തിരുസന്നിധിയിലേക്ക് വെച്ചു കൊടുക്കുക. അതാണ് അന്തോനീസ് ഇന്ന ദിവസം നമ്മോട് ഒരുപക്ഷെ ആവശ്യപ്പെടുക. ദൈവത്തിന്റെ ദാസനും ദാസിയുമായി മാറുക, ദൈവത്തിന്റെ കൃപ നിറഞ്ഞ മനുഷ്യരായ ഭൂമിയിൽ വർദ്ധിക്കുക. ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഈ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തമ്പുരാന് വിട്ടുകൊടുത്ത് ലോകത്തിന് വേണ്ടി ജീവിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ശുശ്രൂഷയായി മാറുവാൻ വേണ്ടുന്ന കൃപ എനിക്ക് തരണമേ എന്ന് പ്രത്യേകമായി വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മുടെ ഇടവകയുടെ സെന്റ് ആന്റണീസ് യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും എല്ലാ ഈ ബലിപീഠത്തിലേക്ക് ചേർത്ത് വെച്ച് ഭക്തിയോടെ ശ്രദ്ധയോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. മേലും മത്തിനു ശാന്തി പ്രത്യാശയും എന്നേക്കും.
സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉൾഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീയെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നത് പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും ഒന്നു കണിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ പാവകമയോ കർത്താവേ. ആമേനാമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവാദിപമേ, അങ്ങയുടെ തിരുക്കുമാരനും ഞങ്ങളുടെ രക്ഷകരമായ മിശിഹായുടെ മഹത്വപൂർണ്ണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധ അന്തോനീസിനെ ഇന്ന് ഞങ്ങൾ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തിയ സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
വിശുദ്ധ അന്തോനീസിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെ നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സ്തുതി പാടും അനുദിനമങ്ങൈ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാലും അനവത്തിൻ മമനാദാമി മഹിമയ്ക്കാവിൻ തലമുറ തലമുറയോടിന്നും തവ കർമ്മങ്ങൾ സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങല്ലാറ്റിന്റെ സൃഷ്ടാവാകുന്നു, സകലത്തിന്റെ നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, എന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാദാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യേനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശാ, പരിപാവനാം ബലവാനേ, പരിപാവനാം ആമർത്യനേ, നിൻ കൃപ
കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സദർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിയമാവർത്തനം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 1, വാക്യങ്ങൾ 16 മുതൽ 18 വരെ. ഗുരു ആശീർവദിച്ചാലും. അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു, നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണം ചെയ്യുവിൻ. സഹോദരർ തമ്മിലോ പരദേശിയുമായ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവ്വം വിധിക്കുവിൻ. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവൻ്റെയും വലിയവൻ്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റെതാകയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാൻ അവയെ തീരുമാനിച്ചു കൊള്ളാം. നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമെന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരറും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ. വിശുദ്ധ അന്തോനീസിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ നീ വേദികയിൽ. വിരുദയോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. വിശുദ്ധ അന്തോനീസിന്റെ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. വിശുദ്ധ അന്തോനീസിന്റെ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. വിശുദ്ധ അന്തോനീസിന്റെ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. 1 കൊറിന്തോസ് 9 അധ്യായം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശീർവദിച്ചു. ഞാൻ എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേരിടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. യഹൂദരെ നേരിടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി. നിയമത്തിന് കീഴിലുള്ളവരെ നേരിടേണ്ടതിന് നിയമത്തിനു വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി. നിയമത്തിനു പുറമേയുള്ളവരെ നേരിടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി. അതേസമയം ഞാൻ ദൈവ നിയമമില്ലാത്തവനായിരുന്നില്ല, പ്രത്യുത ക്രിസ്തുവിൻ്റെ നിയമത്തിന് അതീതനായിരുന്നു. ബലഹീനരെ നേരിടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗമാക്കുന്നതിനു ആയി സുവിശേഷത്തിനു വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. മത്സരകളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനം അർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവിൻ. കായിക അഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിനു വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്, നാം അനശ്വരമായതിനു വേണ്ടിയും. ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല, ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വല്യോരാശ്രയമിൻ മനതാരിൽ ഒന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവായി ഞാനൊരുക്കിയിടട്ടെ. ഏകമനോഹരപൂരിത കവിത പൂരിത പോൽ മാറിപ്പോ. പാദനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 1 മുതലുള്ള തിരുവചനങ്ങൾ. അനന്തരം കർത്താവ് വേറെ 72 പേരെ തെരഞ്ഞെടുത്ത് താൻ പോകാനിരിക്കുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിച്ചീരയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ.
നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തിരുപ്പിനിറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സൊദോമിന്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശുകാരേറ്റവും സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം തിരുസഭ ഓർമ്മിക്കുന്ന വിശുദ്ധ നമുക്കറിയാം. അങ്ങേയറ്റം ലോകമെമ്പാടും അറിയപ്പെടുന്ന അത്ഭുത പ്രവർത്തനങ്ങളുടെ വലിയൊരു വിശുദ്ധനാണ്. അനേകർ അദ്ദേഹത്തെ ആദരിക്കുകയും ഈ വിശുദ്ധന്റെ മുമ്പിൽ തങ്ങളുടെ മധ്യസ്ഥ സഹായം കണ്ണുനീരോടെ അപേക്ഷിക്കുകയും ചെയ്യുന്നത് എല്ലാ ദിവസവും തന്നെ ഉള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനത്തിന്റെ പ്രത്യേകതയും അതുതന്നെയാണ്. പോകുവിൻ എല്ലാ ദേശങ്ങളിലേക്കും. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ മനുഷ്യർക്ക് കൊടുക്കുക, ചെല്ലുന്നിടത്ത് സമാധാനം കൊടുക്കുക, സൗഖ്യം കൊടുക്കുക, അനുഗ്രഹിക്കുക. ഇതൊക്കെയാണ് ഇവരെ ഭരമേൽപ്പിച്ച വലിയ ദൗത്യം. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരെ ഏൽപ്പിച്ച അതേ ദൗത്യമാണ് സകല വിശുദ്ധരും സഭയ്ക്ക് വേണ്ടി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക. ചെല്ലുന്ന ദേശത്തെ അനുഗ്രഹിക്കുക, അവിടെ സമാധാനം കൊടുക്കുക, മനുഷ്യന് ശാന്തി കൊടുക്കുക, അവിടെ സൗഖ്യം കൊടുക്കുക, മനുഷ്യനെ ക്രിസ്തുവിലേക്ക് വലിച്ച് അടുപ്പിക്കുക. ഇതാണ് സകല വിശുദ്ധരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, ഇന്നും വിശുദ്ധ അന്തോനീസിന്റെ പ്രവർത്തനം അതുതന്നെയാണ്. ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ വലിച്ച് അടുപ്പിച്ച് കൊണ്ടുവന്ന ഈശോയുടെ മടിത്തട്ടിലേക്ക് വെച്ചു കൊടുക്കുക. ഒരുപക്ഷെ നമ്മൾ തുറമുഖത്തേക്കൊക്കെ പോയാൽ സാധിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. തുറമുഖത്ത് വലിയൊരു ലൈറ്റ് ഹൗസ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് രാത്രി ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽപ്പുണ്ടാവും. ഒരു ചുമല ലൈറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. വലിയ ദൂരത്തുനിന്ന് തന്നെ അതിനെ കാണാൻ പറ്റും. എന്തിനാണ് ഈ ലൈറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഒരു ഉത്തരവുണ്ട്. കാരണം നമ്മളൊക്കെ സയൻറ്റിസ്റ്റുകളാണല്ലോ, അതുകൊണ്ട് നമുക്കൊക്കെ ഉത്തരവുണ്ട്. ഈ ലൈറ്റ് കറങ്ങുന്ന ദൂരേന്ന് വരുന്ന കപ്പലുകൾ ദിശ തെറ്റാതെ, മാർഗം തെറ്റാതെ, അപകടത്തിൽപ്പെടാതെ കൃത്യമായി തുറമുഖത്തേക്ക് എത്തുന്നതിന് വേണ്ടുന്ന അടയാളമായിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുക. അപ്പോൾ പരിചയമില്ലാത്ത കപ്പലായാലും വിദേശ കപ്പലായാലും ആദ്യമായിട്ട് വരുന്ന കപ്പലായാലും അവർ ഈ ലൈറ്റ് നോക്കിയാണ് വരുന്നത്. ഈ ലൈറ്റ് കാണുന്ന ദിശയിലേക്ക് അവർ കപ്പൽ അടുപ്പിച്ച് സുരക്ഷിതമായി അവിടെ എത്തും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ യേശു നമുക്ക് തന്നിരിക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് ആണ് നമ്മുടെ ഈ മഹാവിശുദ്ധൻ. അനേകരെ ക്രിസ്തുവിലേക്കുള്ള വെട്ടം കാണിച്ച് ആ വെട്ടത്തിലേക്ക് മാത്രം ആകർഷിച്ചു കൊണ്ടുവന്ന് യേശുവിലേക്ക് മാത്രം എത്തിച്ചു നിർത്തുന്ന മഹാവിശുദ്ധൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും അതുകൊണ്ടാണ് വിശുദ്ധ അന്തോനീസിന്റെ നേരെ കണ്ണുതിരിക്കുന്നത്. കടലിലൂടെ വരുന്ന കപ്പല് ഈ ചുമല ലൈറ്റിലേക്ക് കണ്ണു തിരിച്ച് കപ്പിത്താൻ അതിനെ അങ്ങനെ നയിച്ചു കൊണ്ടുവരുന്നത് പോലെ നമ്മുടെ കണ്ണുകൾ ഈ വിശുദ്ധ അന്തോനീസിലേക്ക് പോയി ഉടക്കുമ്പോൾ വിശുദ്ധ അന്തോനീസ് ചെയ്യുന്ന പ്രവൃത്തിയതാ. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും ഒക്കെ വിശുദ്ധ അന്തോനീസ് ഏറ്റെടുക്കും. നമുക്ക് നഷ്ടപ്പെട്ടതിനെയൊക്കെ തേടിത്തരുന്നല്ലേ നമ്മൾ പറയുക. നഷ്ടപ്പെട്ടതിനെയൊക്കെ തേടിത്തരും. എങ്ങനെയാണ്? യേശുവാകുന്ന പ്രകാശത്തിലേക്ക് ഈ ചെറുപ്രകാശം നമ്മെ വലിച്ചടുപ്പിച്ചു നിർത്തിയിട്ടാണ് ഇതെല്ലാം നമുക്ക് ചെയ്തു തരിക. പ്രിയപ്പെട്ടവരെ, അപ്പോ വിശുദ്ധ അന്തോനീസ് വേറൊരു കാര്യം ആ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അത് മാത്രം കാണാതെ പോരുത്. വിശുദ്ധ അന്തോനീസിന്റെ വെട്ടം കാണും, മധ്യസ്ഥത കാണും, അത്ഭുത സിദ്ധി കാണും, പ്രവർത്തനങ്ങൾ കാണും. കിട്ടാത്തതിനെല്ലാം നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കും. തന്നോളും നമ്മൾ വിശ്വസിക്കും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ വിശുദ്ധ അന്തോനീസ് വഴി നേടിയെടുക്കുമ്പോഴും വിശുദ്ധ അന്തോനീസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ അന്തോനീസിന്റെ രൂപങ്ങൾ എവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടോ ആ രൂപങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവനെ, നീയും ഒരു ലൈറ്റായി നിൽക്കേണ്ട വ്യക്തിയാണ്. ഒരു കുടുംബനാഥൻ ഒരു ലൈറ്റായി നിൽക്കേണ്ട വ്യക്തിയാണ്. മക്കളെല്ലാം നിന്റെ പ്രകാശത്തിൽ ഈശോയിലേക്ക് തന്നെ അടുക്കുവാൻ, സമൂഹത്തിൽ സേവ ചെയ്യുന്നവര് ഒരു ലൈറ്റായി നിൽക്കേണ്ടവരാണ്. സമൂഹത്തിന് നയിക്കുന്നവര് ഒരു ലൈറ്റായി നിൽക്കേണ്ടവരാണ്. അപ്പോൾ ഏത് പ്രദേശത്തും നമുക്കൊരു ലൈറ്റിന്റെ പരിപാടിയുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, ആ ടീച്ചർ അത്രയും പേർക്ക് ലൈറ്റിന്റെ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്തോനീസിന്റെ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടവകയെ നയിക്കുന്ന വികാരിയച്ചൻ അന്തോനീസിന്റെ പരിപാടിയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തെ നയിക്കുന്ന ഭാര്യ ഭർത്താവ് അന്തോനീസിന്റെ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഏത് തരത്തിലേക്ക് നോക്കിയാലും കത്തോലിക്കൻ അന്തോനീസിന്റെ പരിപാടി ചെയ്യാൻ വിളിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ലൈറ്റായി മാറി ഈശോയിലേക്ക് എല്ലാവരും അടുപ്പിക്കുന്ന ഒരു വലിയ പ്രവൃത്തിയുടെ മനുഷ്യരാകുക. പ്രിയപ്പെട്ടവർ, അതാണ് അന്തോനീസ് ഒന്നാമതായിട്ട് തരുന്ന സന്ദേശം. രണ്ട്, ഈ തിരുനാൾ വരെ വിശുദ്ധ അന്തോനീസ് നമുക്ക് തരുന്ന ഒരു സന്ദേശം, നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ യഥാർത്ഥവും സത്യവുമായിരിക്കട്ടെ എന്നതാണ്. അതുകൊണ്ടല്ലേ യഥാർത്ഥവും സത്യവുമായി മറിഞ്ഞ നാക്ക് അഴുകാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം ദൈവത്തെ മാത്രം പ്രഘോഷിച്ചു, സത്യം മാത്രം പറഞ്ഞു, മനുഷ്യനെ സ്വാതന്ത്ര്യം കൊടുത്തു, മനുഷ്യനെ സ്നേഹിക്കുന്ന വാക്കുകൾ മാത്രം വരുന്ന് പുറപ്പെട്ടു. അതുകൊണ്ട്
ജെറമ്യായുടെ പുസ്തകം പറയുന്ന പോലെ 15:19 പറയുന്ന പോലെ സദ്വചനങ്ങൾ പറയുന്ന നാക്ക് ദൈവത്തിന്റെ നാവ് പോലെ എന്നല്ലേ അവിടെ പറയുക. ഇതാ ദൈവത്തിന്റെ നാവ് പോലെ അഴുകാതെ സൂക്ഷിക്കപ്പെടുന്നു. കാരണമെന്നേ ഉള്ളൂ, സദ്വാർത്തകൾ പറഞ്ഞു. അപ്പോൾ വിശുദ്ധ അന്തോനീസ് രണ്ടാമത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്, നീ സദ്വാർത്തകൾ പറയുന്ന വ്യക്തിയാകുക. ഇതുവരെ വളവളവളാന്ന് പലതും പറഞ്ഞു. അപ്പോൾ വളവള പറച്ചിലൊക്കെ നിർത്തിയിട്ട് നമ്മളിനി പറയേണ്ട കാര്യം ദൈവത്തിന്റെ വചനത്തിലൂന്നിയ സദ്വാർത്തയും സ്നേഹത്തിന്റെ വാർത്തകളും ഐക്യത്തിന്റെ വാർത്തകളും മനുഷ്യനെ വളർത്തുന്ന വാർത്തകളും മനുഷ്യനെ മെച്ചപ്പെടുത്തുന്ന വാർത്തകളും ഒക്കെ പറയുക. ഇതാണ് വിശുദ്ധ അന്തോനീസ് രണ്ടാമതായിട്ട് തരുന്ന ആ സന്ദേശം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട, ഈ 2 സന്ദേശത്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ മതി. അപ്പോൾ ഈ 2 സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ അന്തോനീസിന്റെ തിരുനാൾ ദിവസം നമ്മളെ കുറേയും കൂടെ മെച്ചപ്പെട്ട ദൈവ മനുഷ്യരാക്കുവാനും നമ്മൾ ഏതു തലങ്ങളിൽ നിൽക്കുന്നോ ആ തലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ചെറുവട്ടമായി മറ്റുള്ളവരെ യേശുവിലേക്ക് അല്പമെങ്കിലും അടുപ്പിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയോഗങ്ങളെ വിശുദ്ധ അന്തോനീസ് ഏറ്റെടുത്ത് ഈ ബലിയിൽ ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ, നമ്മളെ ആശീർവദിക്കട്ടെ. ലോകത്തെ മുഴുവൻ, കൊറോണ ബാധിച്ചു കിടക്കുന്ന ലോകത്തെ മുഴുവൻ വിശുദ്ധ അന്തോനീസ് ഏറ്റെടുക്കട്ടെ, പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ കർത്താവ് വിശുദ്ധ അന്തോനീസ് വഴി വലിയ മാറ്റങ്ങൾ ലോകത്ത് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേവരെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പെന്തക്കോസ്ത തിരുനാളിൽ സ്ത്രീയന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ത്രീയന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലത്തെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിൻ്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീയന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യവസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി പ്രക്ഷോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. എസ്കേലിൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ പറയുന്നു, ഇതാ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടെത്തും, ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ അവരെ കൊണ്ടുവരും, ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. വചനമായ ദൈവമേ, ദൈവവചനത്തെ തൻ്റെ ഊന്നുവടിയും ദണ്ഡുമായി സ്വീകരിച്ച് പുരോഹിത ശുശ്രൂഷയിലേക്ക് തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ആൻ്റണി അച്ഛനെ തൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ്റെ ഓർമ്മ തിരുനാളിൻ്റെ ഈ അനുഗ്രഹീത നിമിഷത്തിൽ കർത്താവിൻ്റെ അൾത്താരയിലേക്ക് ഞങ്ങൾ സ്നേഹത്തോടെ ഏകുന്നു. മുറിവേറ്റതിനെ വച്ചുകെട്ടുവാനും നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തുവാനും വേണ്ടി മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഭയം കൂടാതെ നടന്നു നീങ്ങിയ വിശുദ്ധ അന്തോനീസിനെ പോലെ ദൈവ തിരഞ്ഞെടുപ്പിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ രൂപവും ഭാവവും ഏറ്റെടുത്ത് ജീവിത സാക്ഷ്യത്തിലൂടെ തൻ്റെ അജഗണങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി അൾത്താരയ്ക്ക് മുന്നിൽ കരങ്ങൾ ഉയർത്തുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം ഇനിയും ധാരാളമായ വിശുദ്ധ ബലി അർപ്പണത്തിലൂടെയും ആരാധന മണിക്കൂറുകളിലൂടെയും അൾത്താരയിൽ നിന്ന് ശക്തിയും കൃപയും സ്വീകരിച്ച് ഞങ്ങൾക്കേവർക്കും ആത്മീയ വെളിച്ചവും കരുത്തും കരുതലും നൽകുന്നതിനായി ആയുരാരോഗ്യവും ആത്മീയ ആനന്ദവും സമൃദ്ധമായി അച്ഛനെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീഴ്ചയിൽ ഞങ്ങൾക്ക് ബലം നൽകുവാൻ, തകർച്ചയിൽ ആശ്വാസവാക്ക് പകരുവാൻ, പാപത്തിൻ്റെ ബന്ധനങ്ങളെ ഏറ്റെടുക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ച ഞങ്ങളിലെ ഒരുവനായ കർത്താവിൻ്റെ പുരോഹിതനായ അച്ഛനെ നോക്കി സ്വർഗം സന്തോഷിക്കുമ്പോൾ
നല്ല ദൈവമേ, ഇടവക മക്കളായ ഞങ്ങളുടെ നല്ല ഇടയൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെയെല്ലാം സ്വീകരിക്കണമെന്നും അച്ഛൻ്റെ സ്വന്തങ്ങളെയും പ്രിയമുള്ളവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്നും പ്രത്യേകമായി വിശുദ്ധ അന്തോനീസിൻ്റെ സുഹൃതങ്ങളാലും വിശുദ്ധ ജീവിതത്താലും പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ അപേക്ഷകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയ്ക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധി തന്നെയായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായെ അനുകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച അങ്ങയെ പ്രിയദാസനെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും മിശിഹായ്ക്ക് സജീവ സാക്ഷ്യം വഹിച്ച വിശുദ്ധ അന്തോണീസിനെ പോലെ ജീവിതത്തിലുടനീളം വിശുദ്ധിയുടെ പരിമളം വരുത്തുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. നിത്യം പരിശുദ്ധൻ. അതുപോലാത്മജനും ദിവ്യറുകായ്ക്കും സ്തുതിയെന്നും ജീവാംപികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സുതരുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലൂർത്തിയിടാ. കൂടെ ബലവാനാം കർത്താവിൽ നന്ദിക്കും.
നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുമേന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യവും പിതാവിലൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തു നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിതരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുമായിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സാർവത്രികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദിസായും ശരീരത്തിന്റെ ഏർപ്പും നിത്യാസനങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനാധിപൻ തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരന്റെ കൃപാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സർവ്വജ്ഞനും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവാധിപമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്തിരകത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും മറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വരത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ.
കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം യാക്കോബിന്നിവർ തൻ ദൈവമേ നിത്യം ആരാധൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലംഗ ലോകത്തെ മുതലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കേൾക്കുമ്പോൾ ആരാധിക്കുന്നു. അഗ്നിമയമാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. Hosanna, 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 Hosanna. മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു സ്വർലോകനാഥൻ പരിശുദ്ധൻ. രാജാക്കന്മാരുടെ രാജാവാ സർവാദിനാഥൻ പരിശുദ്ധൻ. മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു സ്വർലോകനാഥൻ പരിശുദ്ധൻ. രാജാക്കന്മാരുടെ രാജാവാ സർവാദിനാഥൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ വാണിടുന്നത സർവശക്തന സൃഷ്ടാവിനെ മണ്ണിലേവരും കീർത്തനങ്ങള ഏറ്റുപാടുന്നു. ശാന ഉന്നതങ്ങളിൽ വാണിടുന്നത സർവശക്തന സൃഷ്ടാവിനെ മണ്ണിലേവരും കീർത്തനങ്ങള ഏറ്റുപാടുന്നു. ശാന ഓശാന 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 ഓശാന.
കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാർദ്ദ നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരാവിലെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷ പിതാവുമായ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനി സന്യാസികളായ പ്രേക്ഷിതർ, കുടുംബ ജീവിതക്കാർ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ സകല മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയും വിശുദ്ധ അന്തോനീസ് വഴി ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഫലമണിയുന്നതിന് വേണ്ടിയും രോഗികളായി കഴിയുന്ന എല്ലാവരും സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയും കൊറോണ വ്യാപനം തടയപ്പെടുന്നതിന് വേണ്ടിയും രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയും ഈ രോഗത്തിന് ആവശ്യമായ മരുന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, ഈ ദേശവാസികൾ എന്നിവർക്ക് വേണ്ടിയും
പ്രത്യേകമായി ഞങ്ങളുടെ ഇടവകയിലെ സെന്നാന്റെ യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും വ്യക്തികൾക്ക് വേണ്ടിയും അവരുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ ഇടവകയ്ക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദേവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയെ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അപരണീയവും സമൃദ്ധവുമായ കൃപയാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്നവന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്ന് മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പെടേണ്ട വലിയ പ്രത്യാശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാവുമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തിനും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനം ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായ ലോകത്തിന്റെ നാനാഭാഗങ്ങളും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങയുടെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെ ഞങ്ങളുടെ രാജ്യത്തെയും ഐക്യത്തെ സംരക്ഷിക്കണമേ. എല്ലാ മഹാമാരികളിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെ കാത്തു പരിപാലിക്കണമേ. വാശിയിലും വൈരാഗ്യത്തിലും കഴിയുന്നവരെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർണ്ണ ശാന്തവുമായ ജീവൻ നയിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗ
ഹൃദയമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവിശ്വസിഹാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമലമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരം കൂടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാധത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിൽ വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ ഉന്നതമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങ് ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങ് സ്വർഗ്ഗരാജ്യത്തെ സർവ്വശക്തരോട് വന്ന് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വിശുദ്ധ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിശിഷ്ടന്മാരെ പഠിപ്പിച്ച അതിവിശിഷ്ടമായ പ്രാർത്ഥന അങ്ങയിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, നിസ്സാരരൂപേണ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യോധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോ അങ്ങയുടെ ആത്മാവോടും കൂടെ. ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവും പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയം അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിക്കട്ടെ. നമ്മെ ഏറ്റുപിക്കുന്ന കർത്താവിശ്വസിയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനിച്ചാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മുടെ കർത്താവിശ്വസിഹാട് തിരിച്ചേറ്റിട്ടും തിരുരക്തവും നിത്യജീവൻ നൽകട്ടെ.
ഞാൻ കാണും നീയൽ താരയിൽ ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നീശുവേ നിന്നെ ഞാൻ കാണും നീയൽ താരയിൽ സ്നേഹം മാത്രം ചൊരിയുന്നവനായി സ്നേഹം ഒഴുകും തെളിനീരുറവയതാ ക്രൂശിൽ നീയേകിയ സ്നേഹത്തിൻ ഫലമായി ദിനവും കുർബാനയായി എന്നിൽ വാഴുന്നു ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നീശുവേ നിന്നെ ഞാൻ കാണും നീയൽ താരയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവകയിലെ ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്ന വ്യക്തികളെ നമുക്ക് ഈശോയുടെ പരിപെടുത്തങ്ങളിലേക്ക് സമർപ്പിച്ച് അവർക്ക് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. അലൻ ആന്റണി ഇന്ന ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ജോബി മാത്യു 14-ാം തീയതി, റിയ ജിൻസൺ 15-ാം തീയതി, അഞ്ജു അബ്രാഹം 16-ാം തീയതി, ഫിൻസി ജെയ്സൺ 16-ാം തീയതി, സിജി MK 16-ാം തീയതി, ഏലിയാമ എബ്രാഹാം 17-ാം തീയതി, സിജോ ജോസ് 19-ാം തീയതി, ത്രേസ്യ മാനുവൽ 19-ാം തീയതി. ഇവരുടെയാണ് ബർത്ത്ഡേ ഈ ആഴ്ചയുള്ളത്. അവരെ നമ്മൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹവും ആയുസ്സും അവർക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് ഇടവരട്ടെ. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഉന്നതമായ വിജയം ദൈവം അവർക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും നിത്യം ജീവിക്കുന്നവനുമായ ദൈവമേ, വിശുദ്ധരിൽ അങ്ങയുടെ കൃപാപരത്തിന്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങളാൽ ധന്യരായ അങ്ങയുടെ കാരുണ്യതിരകത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗത്തിൽ വിശുദ്ധരുടെ കൂട്ടായ്മയെ പങ്കുചേരുവാൻ ഞങ്ങൾ സ്വീകരിച്ച ദിവരഹസ്യങ്ങൾ ഞങ്ങൾക്ക് അച്ചാരമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തെ പങ്കുചേർന്ന സകല വിശുദ്ധരോടും കൂടി സഭയെ നിന്നെ പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ സ്നേഹത്തിന് നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ എന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥായ എന്നേക്കും. ആമേൻ. മിശിഹാവഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോട് നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർത്തിക്കും. നിത്യായുസ്
സവനീകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോരുന്നീ ബലിയിൽ പങ്കാളികളാമതിലേർക്കും ദൈവം കനിവാൻ അരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നും. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെന്നും. നൽകും ദൈവികമാ ശുദ്ധിയേഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിറച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പരിപീഠമേ സ്വസ്തി. കടങ്ങളെ പുറത്തേക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കനിയണമേ മിശിഹായേ കനിയണമേ കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശാ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശാ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനരാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചനാദന സമ്മോദം നിറച്ച പാവന തീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയാൽ കുരിശിൻ പാദപുനർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ആനന്ദത്തിരുമംഗലിലും പ്രീതിമഹേശനു ചേർത്തൊടുവിൽ നിത്യകിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ വിനീതനായ വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വിമ്മലരെ നിറഞ്ഞ നീതി പുനർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ
ഞങ്ങൾക്കായി ലോകവും അതിനുടെ ആശകളും ധീരതയാലും വെടിഞ്ഞവനെ വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉലകിൻ മോഹനദീപം നീ, ധരയുടെ ശാശ്വത ലവണം നീ, മലയിൽ ഉയർന്നൊരു നഗരം നീ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദൈവവുമാ, പാലും കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകലതമോന്നതമാ നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തക വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേനാഥാ, പാപം പൊറുക്കേണമേ നാഥാ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേനാഥാ, പ്രാർത്ഥന കേൾക്കേണമേ നാഥാ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ വേഷമേനാഥാ, ഞങ്ങളിൽ കനിയേണമേ നാഥാ, ഞങ്ങളിൽ കനിയേണമേ. ആത്മീയവും ശാരീരികവുമായ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകളുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാറിയോസേപ്പ് പിതാവിന്റെ സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേധാവിമാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചുവരും സുഹൃത്തുക്കളെ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ അന്തോനീസിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകുകയും ഞങ്ങളെ ഞങ്ങളുടെ ഇടവകാംഗങ്ങളെ സമർത്ഥമായി ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സുപ്രസീതനം വിശ്വസ്തനേ പാതുവായിലെ അന്തോണി പാരിടേ കൃപ ചൊരിയണേ. അത്ഭുത പ്രവർത്തനത്താ സുപ്രസീതനം വിശ്വസ്തനേ പാതുവായിലെ അന്തോണി പാരിടേ കൃപ ചൊരിയണേ. അത്ഭുതകരമായ പരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ അന്തോനീസിന്റെയും സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, അങ്ങേ തൃത്വത്തിന് നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാർയോസ് പിതാവിന്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും വിശുദ്ധ അന്തോനീസിന്റെയും മധ്യസ്ഥത ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ തിരുക്രമത്തെ സംബന്ധിച്ച് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യപുരാനായിഷു അങ്ങേ ദാസന്മാരായ വൈദ്യർക്ക് യാതൊരു അബദ്ധം വരാതെ അങ്ങേ തിരുവല്ലാഭ്യം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അങ്ങേ ക്രൂശിപ്പിട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വലിയ തിരത്താൽ നന്ദിയുള്ള നാവുകളെയും നിർമ്മലമായി കാത്തുകൊള്ളമേ. ശ്രേഷ്ഠമായ അങ്ങേ പുരോഹിതത്തിന്റെ മഹിനമെന്ന് വിശ്വസിക്കുന്ന അവരെ ഹൃദയങ്ങളെ ലോകവസനയും വിശുദ്ധമായ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവിടെ ലോകത്തുനിന്ന് സംരക്ഷിക്കട്ടെ. അവിടുത്തെ പ്രയത്നങ്ങൾ ഫലസമനമായി ഭവിക്കട്ടെ. അവിടുത്തെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹകാല ആനന്ദവും ആശ്വാസവും പരന്തര സ്വഭാവങ്ങളുടെയും അവിടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷനായ യേശു അങ്ങേ പുരോഹിതരെയും വൈദ്യര ശുശ്രൂഷരെയും ശുദ്ധീകരിക്കണമേ. വൈദികരെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യസ്ഥിതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്ഥിതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്ഥിതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുപ്രസീതനം വിശുദ്ധനേ, പാതുവായിലെ അന്തോണി, പാരിടേ കൃപ ചൊരിയണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസീതനം വിശുദ്ധനേ, പാതുവായിലെ അന്തോണി, പാരിടേ കൃപ ചൊരിയണേ.